ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. മറ്റൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കിടുണ്ടാവും പൂവട എന്ന് പറയുന്ന ഒരു അടയാണ്. അതിനായിട്ട് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. മൈദ നമുക്കൊരല്പം നോർമൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിങ്ങനെ കുഴച്ചെടുക്കണം. അല്പം വെള്ളം ഒഴിച്ചാൽ മതി, ഒന്നാകെ വെള്ളം ഒഴിക്കരുത്, കട്ട പിടിച്ച് പോകും. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇങ്ങോട്ട് കുഴച്ച് നല്ല രീതിക്ക് ഇങ്ങോട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ ഒരുവിധം കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ എല്ലാവർക്കും ചെയ്തു നോക്കാവുന്ന ഒരു ചെറിയൊരു റെസിപ്പിയാണ്. കുറച്ചും കൂടി വെള്ളത്തിന് ആവശ്യമുണ്ട്. അല്പം കൂടി വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. നോർമൽ വെള്ളം തന്നെയാണ്. എന്നിട്ട് ഒന്നും കൂടി ശരിയാക്കി എടുക്കുക. ഓക്കെ, സ്പൂൺ കൊണ്ട് തന്നെ ആക്കണമെന്നില്ല, കൈ കൊണ്ട് കുഴക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ അടുത്തത് കൈ കൊണ്ടൊന്ന് കുഴച്ച് വാട്ടർ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിക്ക് നന്നായിട്ട് കുഴച്ച് ശരിയാക്കി എടുക്കാൻ പോവുക. ഓക്കെ, ഇങ്ങനെ കുഴച്ചിതാ ഈ രൂപത്തിലായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കുഴച്ചെടുത്ത് ഒരു ബോൾ ആകൃതിയിലേക്ക് എത്തി. നന്നായിട്ടൊന്നും കൂടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അല്പം തൂവി കൊടുക്കണമെങ്കിൽ തൂവി കൊടുക്കുക. കയ്യിലൊരല്പം എണ്ണ ഇട്ട് തൂവിയിട്ട് നന്നായിട്ട് ഒന്നും കൂടി നല്ല രീതിക്ക് അങ്ങനെ ചെലവാക്കാനുള്ളത് തന്നെയാണ് റെഡിയാക്കി വെക്കുക. അതിനുശേഷം ഒരല്പം ശർക്കര പാനി എടുക്കുക. ഞാൻ ശർക്കര വെച്ചാണ് ചെയ്യുന്നത്. പഞ്ചസാര വെച്ച് ചെയ്യുന്നവരുണ്ട്, ശർക്കര വെച്ചും ചെയ്യാം. ഞാൻ ശർക്കര വെച്ചാണ് ചെയ്യുന്നത്. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് ഒരല്പം നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കുക. ചെറിയ തീയിൽ ഒരല്പം ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് അതൊന്ന് ശരിയാക്കി എടുക്കാം. ഓക്കെ, ഒരു സ്പീഡ് വരാത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കയ്യിൽ ഫോണും ഒരു കൈയോട്ടുള്ള പ്രവൃത്തിയുമാണ്. അതുകൊണ്ടാണ്, പിന്നെ തീയാണ്. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിച്ചിട്ട് ഉള്ള ചെയ്യലാണ്. അതുകൊണ്ടാണ് അങ്ങനെ കുറച്ചും കൂടി നോർമൽ ഇതാക്കിയതിന് ശേഷം സിമ്മാക്കിയതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് ചേർത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും ശർക്കര പാനി എത്തകത്ത് വിധത്തിൽ. ഇപ്പോൾ ഏകദേശമൊക്കെ നല്ല വെള്ളമൊക്കെ പോയി നന്നായിട്ടിങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. ഒരു ഭാഗത്തേക്ക് അത് മാറ്റി വയ്ക്കാം. ഇനി ചെറിയ കുട്ടി ബോളാക്കി വെക്കുക. ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തിരുത്താം. ഇത്തിരി പൊടിയിട്ട്, ഞാൻ പൊടിയാണ് പലരും പല രീതിക്കാണ് ചെയ്യുന്നത്. ഞാൻ ഒരല്പം മൈദപ്പൊടി തന്നെ തൂവി ഇട്ടിട്ട് പരത്തിയെടുക്കുന്നതാണ്. ചെറുതായിട്ട് ഇങ്ങനെ നൈസാക്കി പരത്തിയെടുക്കുക. അവിടെ ചില ഭൂഖണ്ഡങ്ങളൊക്കെ കാണാം, എന്നാലും ചെറിയ രീതിക്കൊക്കെ നമുക്കിത് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിലൊരു വട്ടം കാണുന്നുണ്ട്. ഇങ്ങനെ നൈസാക്കി എടുക്കുക. അതിന് ശേഷം തേങ്ങയും കൂടി മിക്സാക്കി പതിയെ ഇങ്ങനെ അട രൂപത്തിൽ അമർത്തി വയ്ക്കുക. എന്നിട്ട് കൈ കൊണ്ട് പതിയെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പതിങ്ങനെ പൂവടക്കുള്ള പൂവ് മേക്ക് ചെയ്യണം. ഇത് പലർക്കും പല രീതിയിലായിരിക്കും. എനിക്കുള്ള പൂവ് ഈ രൂപത്തിലാണ്. വളരെ മനോഹരമായിട്ട് നല്ല രീതിക്ക് മെടഞ്ഞെടുക്കാൻ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ഇടയിലേക്കാണ് ഞാൻ എൻ്റെ ചെറിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം എനിക്കറിയാവുന്ന രീതിയിലുള്ളൊരു മെടച്ചിലാണ്. ഇങ്ങനെ പതിയെ ഇങ്ങനെ അതെന്താണെന്ന് വെച്ചാൽ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിൽ വരും. പലരും പല രൂപത്തിലും ഉണ്ടാക്കും. ഇതിൻ്റെ രൂപമാണ്. ചിലർ വളരെ മനോഹരമായിട്ട് എടുക്കുന്നതാണ്. ഉണ്ടത് പതിയെ നമ്മൾ എണ്ണയിൽ ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയി. അങ്ങനെയാണ്
ഇടുന്നത് കണ്ടില്ല. ഇതിങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ നേരിയ ഒരു ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ടിട്ട് അതിങ്ങനെ വറുത്തെടുക്കുക. നന്നായിട്ടൊന്ന് വേവണം, കാരണം മൈദയാണ്. അതേപോലെ ഇങ്ങനെ ചുവപ്പ് കളറിൽ ഇങ്ങനെ വരും. രണ്ട് ഭാഗം നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ച് ഇങ്ങനെ പതിയെ കോരിയെടുക്കുക. പതുക്കെ കോരിയിട്ട് മാറ്റി വെക്കുക. ഓക്കെ, ഉണ്ടാക്കി വെച്ചതാണ്, അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. ഇത്രയും എന്താ ഇങ്ങനെ ഒരു കട്ടൻ ചായയുടെ കൂടെ വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് കുട്ടികൾക്കും നമുക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു വളരെ മധുരമായ ഒരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. ഓക്കെ, താങ്ക് യു, ബൈ.